ഹലോ നമസ്കാരം. നമുക്കിന്നൊരു വെറൈറ്റി റൈസ് ഉണ്ടാക്കിയാലോ? ഈ ലെമൺ റൈസ്, കർഡ് റൈസ്, പുതിന റൈസ്, ഇതിനെയൊക്കെയാണ് ഈ വെറൈറ്റി റൈസ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ പുതിന എടുത്തിട്ടുണ്ട് ഒരു പിടിയോളം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ച് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി. പിന്നെ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞിട്ട് അത് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നിലക്കടല, കശുവണ്ടി, പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം തീയിലിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും, കുറച്ചൊന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോറിടാം. ഞങ്ങളിപ്പോൾ ഒരു 3 പേർക്കുള്ള ചോറാണ് ഇതിൻ്റെ അകത്തിട്ടത്. അതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫാക്കി വെച്ചിട്ട് എടുക്കാം. ഞാൻ ഒത്തിരി പുതിന ഒന്നും ഉപയോഗിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാവുന്നതാണ്. ഈ ചൂടത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഞാൻ ഇന്ന് മട്ടൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്.